മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി 12-ൽ സഞ്ചരിക്കുന്നു. ഒരു വർഷമായി 12-ൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇനി 7.5 ശനിയുടെ ചെറിയ ചെറിയ ദോഷങ്ങൾ ഈ നക്ഷത്രക്കാരെ ബാധിച്ചു എന്നിരിക്കാം. തങ്ങളുടെ തന്നെ ദോഷമായി വരണമെന്നില്ല. തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ രോഗാവസ്ഥ, തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക ദോഷങ്ങൾ, ഇതൊക്കെ തന്നെയും ഇവരെ വല്ലാതെ അലട്ടും. എന്നാൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ധനപരമായ നേട്ടത്തെ കൊടുക്കും. അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ വരുന്ന പണം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വരുന്ന, പ്രത്യേകിച്ചും രക്തബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഇവർക്കൊക്കെ വേണ്ടി, അവരുടെ വിഷമങ്ങൾക്ക് വേണ്ടി, അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ധനം മുടക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ കർമ്മരംഗത്ത് ഇവർക്ക് വളരെ ശോഭനീയമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചില മടികൾ മാറി, ചില ആലസ്യങ്ങൾ മാറി വളരെ ഊർജ്ജസ്വലമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു. ചില വർക്കുകൾ, ചിലപ്പോൾ ചില ജോലികൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടോ മുന്നോട്ട് പോകാൻ ആശയക്കുഴപ്പം മൂലം സാധിക്കാതെയോ ഇരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്. തങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവർ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവരുടെ തന്നെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു അധിക ചിലവും കാണുന്നുണ്ട്. പൊതുവേ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കുമൊക്കെ ദോഷം വരാനൊരു സാധ്യതയുണ്ട്. ഇവരുടെ തന്നെ ആരോഗ്യാവസ്ഥയും ശ്രദ്ധിക്കണം. അപ്പോൾ പണം കൂടുതലായി വരുന്നുണ്ടെങ്കിലും ആ പണമൊക്കെ സ്വന്തം നിലനിൽപ്പിൻ്റെയും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ നിലനിൽപ്പിൻ്റെയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും ചിലവഴിക്കേണ്ടി വന്നേക്കാം. ആരോഗ്യം ശ്രദ്ധിക്കുക. ശരീരത്തിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സംശയത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വളരെ ശ്രദ്ധിക്കുക. എല്ലായിടത്തും അങ്ങേയറ്റം പരിശുദ്ധമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. മാലിന്യങ്ങളും മറ്റ് അലർജികളും ഇവരെ അസുഖത്തിനും മറ്റ് ദോഷാവസ്ഥയ്ക്കും കാരണമായി മാറിയേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10, 11, 12, 13 ഗുണമുള്ള ദിവസങ്ങളാണ്.